ഹേ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞാനൊരു 1000 തവണ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിച്ച ഒരു കാര്യമാണ് കേട്ടോ ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. എൻ്റെ ഫെയിലിയർ സ്റ്റോറി, എൻ്റെ സക്സസ് സ്റ്റോറി ഞാൻ പലപ്പോഴും നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഓരോ കാര്യം അച്ചീവ് ചെയ്യുമ്പോഴും ഞാൻ ഓടി ഓടി വന്നിട്ട് നിങ്ങളുടെ അടുത്ത് പറയാറുണ്ടായിരുന്നു. എൻ്റെ ഫെയിലിയർ സ്റ്റോറി ഞാൻ പറയുന്നതിനേക്കാൾ മുന്നേ ഞാൻ അപ്പോൾ കടന്നു പോകുന്ന സിറ്റുവേഷനെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും കുറേ ആൾക്കാരുടെ അടുത്ത് ചോദിക്കാറുണ്ട്, പക്ഷേ നീ എങ്ങനെയാണ് ഇങ്ങനെ പൊട്ടിയെന്നുള്ളത് ഞാൻ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പം ഞാൻ ഈ ഒരു കാര്യം പറയുന്നതിൻ്റെ മുന്നേ എൻ്റെ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമായിരുന്നു. എൻ്റെ കരിയറും നിങ്ങളുടെ അടുത്ത് ഞാൻ ഏറെക്കുറെ മുന്നത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചാനൽ നല്ല രീതിക്ക് ഏർണിങ്സ് ഉണ്ടാവുകയും അതേപോലെ കരിയർ അതിൻ്റെ പീക്കിൽ നിൽക്കുകയും ചെയ്യുന്ന സമയത്താണ് ഞാനൊരു ബ്രേക്ക് എടുത്തത് ചാനലിൽ. പിന്നെ ഞാൻ ആ ബ്രേക്കിന് ശേഷം ഞാൻ ഇങ്ങോട്ടേക്ക് വരുമ്പം ഞാൻ എൻ്റെ ലൈഫിൽ കുറച്ചൊക്കെ ട്രാൻസ്ഫോം ചെയ്തിട്ടാണ് വന്നത്. അങ്ങനെ കിട്ടിയതാണ് എൻ്റെ ഹിജാബ്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഡ്രസ്സിങ് സ്റ്റൈലൊക്കെ കുറച്ച് മാറ്റിയതൊക്കെ അതിൻ്റെ ആ ടൈമിലായിരുന്നു. ഇപ്പം ഞാൻ എൻ്റെ ലൈഫ് സ്റ്റൈൽ ആൻഡ് വ്ളോഗ് ഇടുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ എൻ്റേതായിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, ഞാനൊരു 1 ഇയർ മുന്നേ അല്ലെങ്കിൽ ഒരു 6 മന്ത് മുന്നേ വരെ പറഞ്ഞാൽ ഞാൻ എമോഷണലി സ്റ്റേബിളാണ്, മെൻ്റലി സ്റ്റേബിളാണ്, ഫിസിക്കലി സ്റ്റേബിളാണ്, ഫിനാൻഷ്യലി സ്റ്റേബിളാണ്. അത്യാവശ്യം എനിക്കും എൻ്റെ കൂടെയുള്ള ആൾക്കാർക്കും ഒക്കെ അത്യാവശ്യം നന്നായിട്ട് പ്രൊവൈഡ് ചെയ്യാനും അവരെന്താണോ ആഗ്രഹിക്കുന്നത്, ഫിസിക്കൽ സപ്പോർട്ടാണെങ്കിൽ അത്, മെൻ്റൽ സപ്പോർട്ടാണെങ്കിൽ അത്, അങ്ങനെ എന്താണോ അവർക്ക് ആവശ്യമുള്ളത് അതൊക്കെ കൊടുക്കാൻ ഞാൻ ക്യാപ്പബിൾ ആയിരുന്നു. ആൻഡ് ആ ഒരു സിറ്റുവേഷനിലും ഇടയ്ക്ക് എൻ്റെ മൈൻഡ് പോകുന്നൊരു കാര്യം ഉണ്ടായിരുന്നത് നിങ്ങൾക്കൊക്കെ അറിയുന്ന പോലെ തന്നെ എൻ്റെ ലൈഫിലുണ്ടായിരുന്ന 2 മരണം, ഉമ്മാടിയും അതേപോലെ തന്നെ ഉമ്മിച്ചിരി അതേപോലെ തന്നെ ഉപ്പാടിയും മരണം എനിക്ക് ഓൾറെഡി ഒരു ട്രോമ ആയിട്ട് കിടക്കുന്നുണ്ട്. വല്ല മരിച്ച വീട്ടിലൊക്കെ പോകുമ്പോൾ എനിക്കത് ഇടയ്ക്ക് ട്രിഗർ ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതല്ലാതെ വേറെ ഒരു പ്രശ്നം എന്നെക്കൊണ്ട് ആർക്കും ഇല്ല. ഞാൻ അങ്ങനെ മരിച്ച വീടുകൾക്ക് പോകില്ല എന്നുള്ളതുള്ളൂ. അല്ലാണ്ട് പോയിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ അന്നത്തെ ദിവസം ഞാൻ മൊത്തം കിടന്നുറങ്ങും, പിറ്റത്തെ ദിവസം ഞാൻ ഓക്കെ ആയിട്ട് എഴുന്നേക്കും. അങ്ങനത്തെയൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് ഇത് ഇങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് വരുന്നതിൻ്റെ കൂട്ടത്തിലാണ് ഞാൻ ഈ പറഞ്ഞ ചേഞ്ചസ് ഒക്കെ എൻ്റെ ലൈഫിലോട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ട്രസ്റ്റ് മീ ഗൈസ്, എനിക്ക് ആ ഒരു സമയത്ത് കിട്ടിയിട്ടുള്ള സമാധാനത്തിൻ്റെ അത്രയും എനിക്ക് എൻ്റെ ലൈഫിൽ വേറെ ഒരിക്കലും കിട്ടിയിട്ടില്ല. ഇപ്പം എന്നെ അറിയുന്ന എൻ്റെ വീട്ടിലുള്ള ആൾക്കാരും എൻ്റെ കൂടെ നിന്നിട്ടുള്ള ആൾക്കാരും ഒക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് മാത്രം മനസ്സിലാവുന്ന കുറേ കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ ഞാനിപ്പോൾ പറയുന്നുണ്ടാവുക. ബിക്കോസ് അത് ഭയങ്കര ഹെവി ആയിരുന്നു. ആ ടൈമിൽ എനിക്ക് ജോലി ചെയ്യാനാണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങൾക്കാണെങ്കിലും എൻ്റെ മാനസിക സമ്മർദ്ദം എന്നൊരു വിഷയമേ ഉണ്ടായിരുന്നില്ല. ഞാൻ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പോവും, ഒരു സൈഡിൽ കൂടെ എന്താ പറയുക, എൻ്റെ ജോലി കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് പോകും. അതിൻ്റെ കൂടെ ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് എൻ്റെ ഓരോ ട്രാൻസ്ഫോർമേഷനും പറയും. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യമാണ് ഞാൻ നിസ്കാരം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഞാൻ തഹജ്ജുദ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇതൊന്നും ഞാൻ പറയൂലായിരുന്നു. ആക്ച്വലി എൻ്റെ ഈ ട്രാൻസ്ഫോർമേഷൻ കണ്ടപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഒരു ഗ്രൂപ്പ് ഉണ്ട്, ആ ഗ്രൂപ്പിൽ കയറുകയാണെങ്കിൽ ദീനിനെ കുറിച്ച് നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റും. അതിൻ്റെ നിങ്ങളിൽ വന്നിട്ടുള്ള മാറ്റം നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ പറയുകയാണെങ്കിൽ ഒരാളെങ്കിലും അതിനനുസരിച്ച് മാറുകയാണെങ്കിൽ അതിൻ്റെ കൂലിയും കൂടെ നിങ്ങൾക്ക് കിട്ടുമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. സോ ഞാൻ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു. മാഷാഅല്ലാഹ്, ഞാൻ ആ ഗ്രൂപ്പിൽ കണ്ട ആൾക്കാരെന്ന് പറയുന്നത് എനിക്കൊന്ന് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റാത്തൊരു ഗ്രൂപ്പാണ് കേട്ടോ. കാരണം അത്രയും അള്ളാഹുവിലോട്ട് അടുക്കാൻ അവർ ശ്വസിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ അള്ളാൻ്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ അള്ളാൻ്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് അങ്ങനെ തിങ്ക് ചെയ്ത് ജീവിക്കുന്ന കുറേ ആൾക്കാരുടെ ഇടയിലോട്ട്. അപ്പം ഞാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ഞാൻ നിസ്കരിക്കുമ്പം അത് എനിക്ക് സമാധാനം കിട്ടാൻ, ഞാൻ ഒന്നും തമ്മിലുള്ള ഒരു ബോണ്ട് ക്ലിയർ ആവാൻ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ലൈഫിലായിരുന്നു ഞാൻ ജീവിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് വേണം, സോ എനിക്ക് സമാധാനം വേണം, എനിക്ക് കിട്ടണം തോന്നണം, ഞാൻ ചെയ്യണം, അങ്ങനെയായിരുന്നു. പക്ഷെ അവരങ്ങനെയല്ല. അവര് എല്ലാം അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ്. അവര് സമാധാനത്തോടെ ഇരിക്കുന്നതും സമാധാനക്കേട് ഉണ്ടാക്കുന്നതും എല്ലാം അവര് അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പൊ അവർക്കൊരു സമാധാനക്കേട് ഉണ്ടെങ്കിൽ ഓക്കെ, അത് അള്ളാഹ് തന്നതല്ലേ, എനിക്ക് കുഴപ്പമില്ല. അവർക്കൊരു രോഗം ഉണ്ടെങ്കിൽ അവരങ്ങനെ തിങ്ക് ചെയ്യുന്ന കൈൻഡ് ഓഫ് ആൾക്കാരാണ്. ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ടാവും കേട്ടോ, അല്ലാന്നല്ല. പക്ഷേ അങ്ങനെ തിങ്ക് ചെയ്യുന്ന കൈൻഡ് ഓഫ് ആൾക്കാരായിരുന്നു. അപ്പോൾ അവരെനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്ന കുറേ കാര്യങ്ങൾ ഞാൻ എൻ്റെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്ത കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ അടുത്തും കൂടെ വന്ന് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇതിൽ എന്താണ് കോൺഫ്ലിക്റ്റ് ഉണ്ടായതെന്ന് വെച്ചാൽ അവർ ഒരു മെജോറിറ്റി ആൾക്കാർ ഇപ്പം ഞാൻ വിശ്വസിച്ച് വന്നിട്ടുണ്ടായിരുന്ന ഒരു സിസ്റ്റത്തിലുള്ള ആൾക്കാരല്ല. അതായത് നമ്മൾ മൗലൂദ് ഓതും, ദിക്ർ ചൊല്ലും, അല്ലെങ്കിൽ ദിക്ർ അവരും ചൊല്ലും തോന്നുന്നുണ്ട് കേട്ടോ, സ്വലാത്ത്, മജ്ലിസുകൾ, അതേപോലെ നമ്മൾ ഈ പറയുന്ന മഹാന്മാരെ ഖബറിടങ്ങൾ സിയാറത്ത് ചെയ്യും, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷെ അവരിതൊന്നും ചെയ്യാത്ത ആൾക്കാർ, നബിദിനം പറ്റില്ല, അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർ നമ്മുടെ അടുത്ത് ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ എൻ്റെ ഉപ്പാടെ കൊല്ലം തയ്ച്ചലിൻ്റെ സമയമൊക്കെ ആയ സമയത്ത് ഉമ്മ പറഞ്ഞു, നമുക്ക് കൊല്ലം തയ്ച്ചൽ കഴിക്കണം, മൗലൂദ് ഓതണം. അപ്പോൾ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാരണം ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഹദീസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ചെയ്യാന്നുള്ളത് ഇപ്പുറത്ത് കുറേ കാര്യങ്ങൾ. അപ്പോൾ എനിക്ക് കോൺഫ്ലിക്റ്റ് ആവാൻ തുടങ്ങി. എനിക്ക് കാര്യങ്ങൾ അറിയാൻ
അതായത് ഇതിലേതാണ് ശരി എന്നുള്ള കാര്യം ഞാൻ അറിയാൻ ശ്രമിക്കും തോറും എൻ്റെ സമാധാനത്തിന് വേണ്ടി ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ മാറിയിട്ട് ഞാൻ ആർഗ്യുമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കാൻ തുടങ്ങി. അതായത് ഇവരിത് പറഞ്ഞല്ലോ എന്ന് പറയുമ്പോൾ അവർ കുറേ തെളിവുകൾ തരും. ഇപ്പം ഞാൻ അവരെ പോയിട്ട് അത് പറയും. അവരത് പറഞ്ഞല്ലോ എന്ന് പറയുമ്പോൾ ഇവർ കുറേ തെളിവുകൾ തരും. ഞാൻ അവരുടെ ഇവരടുത്ത് പോയിട്ട് ഇത് പറയും. എൻ്റെ ഇതേപോലെ തന്നെയാണ് കേട്ടോ. ഓരോന്നിനും ഓരോ ഇപ്പം നിസ്കാരത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ചില ആൾക്കാർ പറയും ഖളാ ആയത് മൊത്തം വീട്ടിൽ പറ്റൂ. ചിലർ പറയും കഴിഞ്ഞു പോയതിനെക്കുറിച്ച് പശ്ചാത്തപിക്കാൻ പറ്റുന്നതിന് ഖളാ എന്നുള്ളൊരു സാധനം ഇസ്ലാമിലില്ല. ഇതൊക്കെ ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പേഴ്സ്പെക്റ്റീവ്സ് അവിടെ ഓരോരുത്തരുടെ അടുത്തും വരുന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഒരു മൈൻഡിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ്ലി ഞാൻ ഉദ്ദേശിച്ചത് എനിക്കിതിനെക്കുറിച്ചൊന്നും വലിയ ഐഡിയ ഇല്ല. അപ്പം അവർ പറയണതാണോ ശരി, ഇവർ പറയണതാണോ ശരി, ഇതൊന്നും എനിക്കറിയില്ല. എനിക്ക് 5 വക്ത് നിസ്കരിക്കാൻ അറിയാം, ഖുർആൻ ഓതാൻ അറിയാം, നോമ്പ് നോൽക്കാൻ അറിയാം. ബേസിക് ആയിട്ടുള്ള ഒരു നോളേജ് എൻ്റെ അടുത്തുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ ഇത് മതി എന്നുണ്ടെങ്കിൽ, ഇത് പറ്റും, ഇതുകൊണ്ട് എനിക്ക് പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഓക്കെ. ഞാൻ ഇപ്പോൾ എന്താ പറയുക, കാശി പോയിട്ടുണ്ടായിരുന്ന ഞാൻ എൻ്റെ ഉമ്മയുടെ സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ മൗലൂദ് ഓതിയാലോ അല്ലെങ്കിൽ കളറോട് പോയാലോ അതെനിക്ക് കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എനിക്ക് സമാധാനം കിട്ടുന്നുണ്ട്. ആൻഡ് ഞാൻ അവിടെ പോകുന്ന സമയത്ത് മഹാന്മാരെ കബറിടം സന്ദർശിക്കുന്ന സമയത്ത് എനിക്ക് സമാധാനം കിട്ടുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഗുഡ് എന്നുള്ളത് എനിക്ക് തോന്നിയ ഒരു കാര്യം. നാളെ മേലൊക്കെ അങ്ങനെ തോന്നൂല എന്നുണ്ടെങ്കിൽ ഞാൻ പോവില്ല. അത് എന്താ പറയുക, ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉള്ള കാര്യമാണ്. ഇപ്പോൾ അത് വിശ്വസിക്കാത്ത ഒരാളാണെങ്കിൽ അവരങ്ങോട്ട് പോവുകയാണെങ്കിൽ അവർക്കത് എന്താ പറയുക, അവരെ മൈൻഡിൽ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, എന്തായാലും കീപ് ഇറ്റ് അപ്പാർട്ട്. അതായിരുന്നു എന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ എനിക്ക് ആദ്യം കിട്ടിയ ഹെയ്റ്റ്. ഓക്കെ, ഞാൻ വീണ്ടും ആ ഒരു തീവ്രത വിട്ടിട്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നു എന്നുള്ളതായിരുന്നു ആദ്യത്തെ ഹെയ്റ്റ്. അത് ഞാൻ തീവ്രത വിട്ടിട്ട് വരാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ എനിക്ക് കാര്യങ്ങൾ പ്രോപ്പറായിട്ട് മനസ്സിലാക്കാനുള്ള അറിവ് കിട്ടുന്നില്ല എന്നുള്ളതായിരുന്നു. അതായത് രണ്ടിടത്തുനിന്ന് രണ്ടറിവ് പാരലായിട്ട് ഞാൻ സീക്ക് ചെയ്തപ്പം എനിക്ക് കോൺഫ്ലിക്റ്റ് ആയി. സോ ഞാൻ എൻ്റെ ഒരു സമാധാനം കിട്ടുന്ന ഒരു പാത്ത് പിടിച്ച് പോകാൻ തുടങ്ങി. പിന്നെ ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഷെയർ ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ എൻ്റെ മുന്നേ ഉള്ള വീഡിയോസ് നോക്കിയാൽ അറിയാം, ഞാൻ ഇതേപോലെയുള്ള വസ്ത്രം മാക്സിമം പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ ഒരു ഹാൻഡ് സ്ലീവും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ടാവും എന്നുള്ളതല്ലാതെ ഞാൻ അങ്ങനെ ഫുൾ ടൈം പർദ്ദ ഇട്ടിട്ട് വന്നിട്ട് നിങ്ങൾക്ക് എടുത്ത് തന്നിട്ടുള്ള ഒരാളല്ല. ഞാൻ നല്ലത് പറയുമ്പോഴും ഞാൻ ഇതേപോലത്തെ കോസ്റ്റ്യൂമിലാണ് വന്നിട്ടുള്ളത്. പക്ഷേ പിന്നീട് അത് ജഡ്ജ് ചെയ്യാൻ തുടങ്ങി. അതായത് ഞാൻ ഈ കാര്യമൊക്കെ വിട്ടിട്ട് വന്ന സമയത്ത് അത് ജഡ്ജ് ചെയ്യാനായിട്ട് തുടങ്ങി. അതായത് മക്കളെ, നിങ്ങൾ തിങ്ക് ചെയ്യുന്ന പോലെ ഞാൻ ദീനിൽ നിന്ന് പുറത്തു പോയതല്ല. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് പറയാതിരുന്നതാണ്. കാരണം ഞാൻ ചെയ്യുന്നത് എനിക്ക് സമാധാനം കിട്ടുന്ന കാര്യങ്ങളാണ്. അല്ലാതെ മറ്റുള്ളവർ പറഞ്ഞു തന്നിട്ട് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ വരുന്നതല്ല. എനിക്ക് നിങ്ങളെ ആരും നന്നാക്കണ്ട, ഞാനൊട്ട് കൂടുതൽ കേടുവരും വേണ്ട. അതായിരുന്നു എൻ്റെ ഒരു ഫൈനൽ ഡിസിഷൻ. അതാണ് ഞാൻ എടുത്തൊരു ഡിസിഷൻ. ഓക്കെ, എനിക്കതിന് കഴിവില്ല എന്ന് ഞാൻ മനസ്സിലാക്കിയതാണ്. ഇപ്പം മൊയിലമാർക്കാണെങ്കിലും അല്ലെങ്കിൽ ഈ പറയുന്ന ഇപ്പം ഞാൻ കണ്ടിട്ടുള്ള ഇത്താത്തമാർക്കാണെങ്കിലും അവർ നന്നായിട്ട് പഠിച്ചിട്ട് അവർ പറയുന്നത്, അവർക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്, അവർ പറയുന്നത് ശരിയാണെന്നുള്ള കാര്യത്തിൽ. ഈ രണ്ട് ശരികളും എൻ്റെ അടുത്ത് എത്തുമ്പോൾ ഞാൻ കൺഫ്യൂസ്ഡ് ആയി പോവാണ്. അതുകൊണ്ടാണ് ഓക്കെ, ഞാൻ എങ്ങനെയാണുള്ളത് അങ്ങനെ മതി, അതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അങ്ങനെ മതി എന്നുള്ളൊരു തീരുമാനത്തിലെത്തി. പിന്നെ കുറേ വിഭാഗക്കാരിൽ ഒരു വിഭാഗത്തെ മാത്രമാണ് പടച്ച സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന പറയുന്നത്. എല്ലാവരും പറയണത് ഞാനാണ് വിഭാഗം എന്നാണ്. അപ്പോൾ ഇതിലാരെ കൊണ്ടുപോകണം എന്നുള്ളത് പടച്ചവനല്ലേ തീരുമാനിക്കണം. എന്നെ കൊണ്ടുപോകണോ കൊണ്ടുപോകണ്ടേ എന്നുള്ളത് എൻ്റെ ഹൃദയവും ഞാൻ ചെയ്ത ഇബാദത്തും എൻ്റെ നന്മയും എൻ്റെ ഹൃദയത്തിലുള്ള നന്മയൊക്കെ കൺസിഡർ ചെയ്തിട്ട് പടച്ചവൻ ഭയങ്കര കാരുണ്യവാനാണ്. ചിലപ്പോൾ എൻ്റെ ഒരു കടുക് മണി നന്മ കൊണ്ട് പടച്ചവനെ അങ്ങോട്ട് സ്വർഗത്തിൽ കൊണ്ടുപോയാലോ. കാരണം എന്നെ കൊണ്ട് പറ്റുന്നതിൻ്റെ പരമാവധി നന്മ അറിയിച്ചിട്ടും അറിയാതെയും ഞാൻ ഒരുപാട് ചെയ്യുന്നുണ്ട്. അതേപോലെ ഒരുപാട് തിന്മകളും ചെയ്യുന്നുണ്ട്. അപ്പം ചിലപ്പോൾ പടച്ചവൻ ഈ തിന്മയൊക്കെ വൈപ്പ് ചെയ്തിട്ട് നന്മ എടുത്തിട്ട് എൻ്റെ സ്വർഗത്തിൽ കൊണ്ടുപോകാനും മതി. അറിയാൻ പറ്റാത്തൊരു കാര്യം. അപ്പം ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ച് കൺഫ്യൂസ്ഡ് ആയി ഇങ്ങനെയും കൂടെ കൺഫ്യൂഷൻ ആക്കണ്ടെന്ന് കരുതിയിട്ട് സ്റ്റോപ്പ് ചെയ്തൊരു പരിപാടിയായിരുന്നു. പിന്നെ എനിക്ക് പറ്റിയൊരു അബദ്ധം എന്താ വെച്ചാൽ, ഞാൻ അന്നൊന്നും ഇതിനൊരു ക്ലാരിറ്റി കൊണ്ടുവന്ന് തന്നില്ല. അതായത് ഞാൻ ഇങ്ങനത്തെ ഒരു കാര്യം പറയാതെ എൻ്റെ ചേഞ്ചസ് ഇങ്ങനെ യൂട്യൂബിൽ നിങ്ങൾ കണ്ടുകൊണ്ടേ ഇരിക്കുമായിരുന്നു. ഞാനൊരു ക്ലാരിഫിക്കേഷൻ വീഡിയോയും ചെയ്തിട്ടുണ്ടായില്ല. അപ്പം തന്നെ കുറേ ആൾക്കാർ ഇത് എന്നെ അഫക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാ വെച്ചാൽ, ഇതൊരു ചാനൽ മാത്രമാണെങ്കിൽ ഐ ജസ്റ്റ് ഡോണ്ട് കെയർ. കാരണം എനിക്ക് വേറെയും പണികളുണ്ട്, ഓഫീസ് ഉണ്ട്, എൻ്റെ ജോലിയുണ്ട്, കാര്യങ്ങളുണ്ട്, എനിക്ക് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. പക്ഷെ എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഫോൺ നമ്പർ അടക്കം ഇട്ടിട്ടുള്ളതുകൊണ്ട് കുറേ ആൾക്കാർ വിളിക്കാൻ തുടങ്ങി, കൺസിസ്റ്റൻ്റ് ആയിട്ട് വിളിക്കാൻ തുടങ്ങി. പലരും പല രീതിയിൽ അതിനെ റെസ്പോണ്ട് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ എനിക്കത് എന്നെ മെൻ്റലി വല്ലാണ്ട് തളർത്താൻ തുടങ്ങി. ഓക്കെ, ആൻഡ് ഞാൻ എൻ്റെ സ്ഥാപനം തുടങ്ങിയ ടൈമിലായിരുന്നു എനിക്ക് ഫസ്റ്റ് ടൈമിൽ ഈ പറയുന്ന വൈറ്റമിൻ ഡെഫിഷ്യൻസി വരലും ചെറിയ ആങ്സൈറ്റി ട്രിഗർ ആവലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാനൊരു തെറപ്പി എടുത്തപ്പോൾ എൻ്റെ ചൈൽഡ്ഹുഡ് ട്രോമയും കൂടെ ചേർത്ത് എനിക്ക് ട്രിഗറായിപ്പോൾ ഞാൻ അതിന് തെറപ്പീസ് എടുക്കുകയാണ്, ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ വീണ്ടും എനിക്ക് കോൾസ് വരാൻ തുടങ്ങി. പിശാചിൻ്റെ പണി, അതായത് അള്ള മറച്ച് വെച്ച ഒരു കാര്യം
ഞാൻ പിശാചിനെ കൊണ്ട് തോണ്ടിയെടുപ്പിച്ചു എന്നുള്ള രീതിക്ക് എൻ്റെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഉസ്താദ്മാരടുത്ത് ചോദിച്ചു, തെറപ്പി എടുക്കണത് തെറ്റാണോ? അപ്പോൾ നോ, നിനക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ നീ ട്രീറ്റ്മെൻറ്റ് എടുക്കുക വേണ്ട. അല്ലാണ്ട് അതിന് ഈ പറഞ്ഞിരുന്ന പോലെ അങ്ങനെ ഒരു സാധനം ഇല്ല. ട്രീറ്റ്മെൻറ്റ് എടുക്കുക. അത് മാനസിക ബുദ്ധിമുട്ടാണെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടാണെങ്കിലും പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളതാണ്. അല്ലാണ്ട് അത് പിശാചിന്ന് വരുന്ന സാധനം അങ്ങനെ ഒന്നുമില്ല എന്നുള്ള രീതിയിൽ ഉസ്താദ്മാരെൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം ഞാനെന്ത് ചെയ്തു വെച്ചാൽ ഈ പറയുന്ന കോണ്ടാക്ട്സ് ഞാൻ കംപ്ലീറ്റ്ലി ഡ്രോപ്പ് ഡൗൺ ചെയ്തു. കാരണം എനിക്ക് ഉള്ളതിൻ്റെക്കാളും മേലെ ഒരു കുറ്റബോധം കൂടെ താങ്ങി പേരാൻ എനിക്ക് വയ്യാത്തൊരവസ്ഥയിലോട്ട് ഞാൻ പതിയെ പോയി. അപ്പം ഞാൻ എന്താട്ടി വെച്ചാൽ അതവിടെ കോണ്ടാക്ട് ബ്രേക്ക് ചെയ്തിട്ട് എനിക്ക് പറ്റുന്നത് എന്താണോ അത് ചെയ്യാൻ തുടങ്ങി. ഇത്ര എനിക്ക് പറ്റുന്നുള്ളൂ. അത് ഞാൻ ഓപ്പണായിട്ട് വന്ന് പറയാനായിട്ട് എനിക്കൊരു കുഴപ്പമില്ല. കാരണം എനിക്ക് പറ്റുന്ന അത്ര ഇതിൽ നിൽക്കുന്ന നന്മകൾ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ടാവും. എന്നേക്കാൾ മേലെ കാര്യങ്ങൾ ചെയ്തിട്ട് തിന്മകൾ ചെയ്യുന്ന കുറേ ആൾക്കാരും ഉണ്ടാവും. അപ്പൊ എനിക്ക് നിങ്ങനെ വന്നിട്ട് കബളിപ്പിക്കണ്ടാന്നുള്ളതുകൊണ്ട് ഞാനതങ്ങനെ ചെയ്യാൻ തുടങ്ങി. അപ്പൊ വീണ്ടും എനിക്ക് കുറേ ഹെയ്റ്റ് കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി. അതിൻ്റെ ഇടയിലാണ് ഒരു സാധനം വന്നത്, എലക്ഷൻ. ഈ എലക്ഷനും കൂടെ വന്നപ്പോഴേക്കും എനിക്ക് എൻ്റെ അക്കാഡമിയും അതേപോലെ എലക്ഷൻ്റെ പ്രചരണം, ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ എലക്ഷനെ കുറിച്ചിട്ടൊന്നും നിങ്ങളുടെ അടുത്ത് വന്ന് പറയില്ല എന്ന് കരുതിയതായിരുന്നു. പക്ഷേ കുറേ കൂടെ നടക്കുന്ന ആൾക്കാർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഓക്കെ ഐഷ, നീ ഇതും കൂടെ പറയുകയാണെങ്കിൽ നല്ലതായിരിക്കും. എൻ്റെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ ചാനലിൽ അതും കൂടെ വന്ന് പറഞ്ഞു. അതും കൂടെ വന്ന് പറഞ്ഞപ്പോൾ ആൾക്കാർ വീണ്ടും എന്നെ നല്ല വെടിപ്പായിട്ട് തെറ്റിദ്ധരിച്ചു. എൻ്റെ രാഷ്ട്രീയം, എൻ്റെ പൊളിറ്റിക്സ് അതായതുകൊണ്ട് ഞാൻ ദീനിന്ന് വിട്ടുപോയി. ആക്ച്വലി ഞാൻ ദീനിന്ന് വിട്ടുപോയിട്ടില്ലടാ. എന്നെയും കൊണ്ട് പറ്റുന്നതിൻ്റെ പരമാവധി ഞാൻ എല്ലായ്പ്പോഴും ചെയ്യുന്നുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്നതിൻ്റെ പരമാവധി ഞാൻ അള്ളാനെ വിളിക്കുന്നുണ്ട്. ഈമാൻ്റെ കാര്യത്തിൽ ഒരു അപ്പോ ഡൗണോ ഉണ്ടാവുന്ന സമയത്ത് അവർ ദീനീന്നേ പോയി എന്നുള്ള തോട്ട് വരുമ്പം അത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ. സ്റ്റിൽ ഞാൻ അള്ളാനെ മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ. എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. എനിക്ക് തെറ്റുകളും പറ്റുന്നുണ്ട്. ഐ ആക്സെപ്റ്റ് ഇറ്റ്. അപ്പോൾ അതിൻ്റെ പേരിൽ ഒരു ബുള്ളിങ് വന്നപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ വല്ലാണ്ട് മനസ്സിലേക്ക് വിഷമമായി. എൻ്റെ മിസ്റ്റേക്കാണ്. ഒന്നാമത്തെ കാര്യം, ഞാൻ അറിവില്ലാത്ത കാര്യങ്ങൾ ഇങ്ങോട്ട് വന്ന് പറഞ്ഞു തരാൻ പാടില്ലായിരുന്നു. ഞാൻ പഠിക്കുന്നതിനനുസരിച്ചിട്ട് ഈ ഒറ്റ പോയിന്റാണ് കേട്ടോ ഇങ്ങോട്ട് വന്ന് പറഞ്ഞു തരാനുള്ള കാരണം. അതായത് ഞാൻ പറഞ്ഞിട്ട് ഒരാൾ നന്നായാൽ അതിൻ്റെ കൂലിയും കൂടെ എനിക്ക് കിട്ടും. വാവ്, എനിക്ക് കുറേ കൂലി വാരിക്കോരി കിട്ടണം എന്നുള്ള ഒരു കാര്യം കൊണ്ടാണ് ഞാൻ ചെയ്തത്. അതുകൊണ്ട് ഇപ്പം എനിക്ക് കുറേ ഹേറ്റും വാരിക്കോരി കിട്ടി. ഇലക്ഷനിൽ മത്സരിക്കും കൂടെ ചെയ്തപ്പോഴേക്കും പൂർത്തിയായി കന്ന പിന്നാന്ന് വെറുപ്പ് വരാൻ തുടങ്ങി. ഓക്കെ, 4 പുറത്തുനിന്ന് വെറുപ്പ് വരാൻ തുടങ്ങി. എൻ്റെ ഇൻറ്റൻഷൻ പ്യുവറായിരുന്നു. എനിക്ക് ഞങ്ങളുടെ നാട്ടുകാർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുന്നതിൻ്റെ പരമാവധി ചെയ്തു കൊടുക്കണം. സ്റ്റിൽ ഞാനത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുറേ കാര്യങ്ങൾ എനിക്ക് പറ്റിയിട്ടുണ്ട്, കുറേ കാര്യങ്ങൾ എനിക്ക് പറ്റാതെ പോകുന്നുണ്ട്. എന്നാലും ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടാണെങ്കിലും ട്രൈ ചെയ്തിട്ടാണെങ്കിലും അത് വാങ്ങിച്ചു കൊടുക്കാനായിട്ട് ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ആൻഡ് എൻ്റെ അടുത്ത് ഐഷ അത് നടന്നില്ലല്ലോ, നീ അത് ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ ഇത് ഇന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്, ഈ കാര്യം കൊണ്ട് അത് നടന്നിട്ടില്ല എന്നുള്ള കാര്യം ഞാൻ പറയാനായിട്ടും ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയും ആണ് എൻ്റെ ഒരു ലൈഫിൽ പോയിക്കൊണ്ടിരിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വന്നപ്പോൾ എൻ്റെ ഹോർമോണൽ ഇംബാലൻസ് വന്നു, PMOS വന്നു, ഫോളിക്യൂൾസ് ഉണ്ടായിരുന്നു, ആൻഡ് സ്വെല്ല് വന്നു യൂട്രസിനകത്ത്, പിന്നെ വൈറ്റമിൻ D ഡെഫിഷ്യൻസി വന്നു, വൈറ്റമിൻ B12 കുറഞ്ഞു, കാൽഷ്യം കുറഞ്ഞു. അങ്ങനെ കുറേ എൻ്റെ ആരോഗ്യം പോയി. ഈ ആരോഗ്യം പോയതിൽ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റാണ്ടായി, കാര്യങ്ങളൊന്നും മാനേജ് ചെയ്യാൻ പറ്റാണ്ടായി. അങ്ങനെ ഞാൻ എൻ്റെ ഓഫീസ് പൂട്ടി. ഓഫീസ് പൂട്ടിയത് മാത്രമല്ല, എന്നെ ട്രസ്റ്റ് ചെയ്തിട്ട് വന്നിട്ട് എൻ്റെ അടുത്ത് കോഴ്സ് പഠിച്ചിട്ടുണ്ടായിരുന്ന കുറേ കുട്ടികളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. സർട്ടിഫിക്കറ്റ് നമുക്ക് യൂണിവേഴ്സിറ്റി അയച്ചു തരാനുള്ള ഒരു ഡിലേ വന്നു അതിൻ്റെ ഇടയിൽ. അതിലെനിക്ക് ഭയങ്കരമായിട്ട് മാനസിക പ്രശ്നം വന്നു. കാരണം സമ്മർദ്ദം എന്ന് പറഞ്ഞാൽ എന്നെ ട്രസ്റ്റ് ചെയ്ത് എൻ്റെ ക്ലാസ് എടുക്കാൻ, എൻ്റെ ക്ലാസ്സിന് അത്രയും പുകഴ്ത്തിയിട്ടുണ്ടായിരുന്ന കുട്ടികൾക്ക് യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് അയച്ചെടുക്കാനായിട്ട് ഡിലേ വന്നു. അപ്പോൾ എനിക്കത് കൂടുതൽ മാനസിക പ്രശ്നമായി. ലാസ്റ്റ് ഇനി ഞാൻ കോഴ്സ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ എൻ്റെ അക്കാഡമി പൂട്ടി. മതി, എനിക്കിനി വയ്യ എന്നുള്ള രീതിയിൽ ഞാൻ എൻ്റെ അക്കാഡമി പൂട്ടി. അതായത് എൻ്റെ ഏറ്റവും ആളുകൾ വാഴ്ത്തി പാടുന്ന, അല്ലെങ്കിൽ എൻ്റെ ഏറ്റവും നല്ല ക്വാളിറ്റി ആയിട്ട് ആൾക്കാർ പറയുന്ന ഒരു കാര്യമായിരുന്നു ദ വേ ഐ ആം ടേക്കിംഗ് ക്ലാസ്. ഞാനൊരു ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ അത്രയും ക്ലിയർ ആയിട്ട് ആൾക്കാർ പറയുന്നു. അതേപോലെ ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ്, ഞാൻ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് അല്ല. എനിക്ക് സൈക്കോളജി കുറച്ച് ഞാൻ പഠിച്ചിട്ടുണ്ട്, അറിവുണ്ട്. അതിൻ്റെ ബേസിസിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞുതരാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് ക്ലയൻ്റ് ആയിട്ട് വന്നോളൂ, അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് വന്നിരുന്ന് സംസാരിച്ചോളൂ, ആ ഒരു രീതി പറയാറുണ്ട്. കൗൺസിലിംഗ് എന്ന് പോലും ഞാൻ അവരുടെ അടുത്ത് പറയാറില്ല കേട്ടോ. നിങ്ങൾക്കൊരു സമാധാനം കിട്ടണമെങ്കിൽ വന്നിരുന്നോളൂ, എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ തെറപ്പി തരാം, എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ കാര്യങ്ങൾ പറഞ്ഞുതരാമെന്നുള്ളത്. പക്ഷെ അതിൽ തന്നെ ഒരുപാട് പേർക്ക് സമാധാനം കിട്ടിയിട്ടുണ്ട്. കാരണം എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം, ഞാൻ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ സർട്ടിഫൈഡ് ആണ്. പക്ഷെ എന്നാൽ പോലും ഒരു ക്ലിനിക്കൽ ഹിപ്നോട്ടിസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ക്ലിനിക്കൽ തെറപ്പിസ്റ്റിൻ്റെ പാർട്ടായിട്ട് എന്നെ കാണരുതെന്നും കൂടെ ഞാൻ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ഐ എം ജസ്റ്റ് എ സർട്ടിഫൈഡ് ഹിപ്നോട്ടിസ്റ്റ്, ഹിപ്നോതെറപ്പിസ്റ്റ്.
അപ്പോൾ ഇതൊക്കെ പറയുന്ന സമയത്ത് ആൾക്കാർക്ക് കുറേ സമാധാനം കിട്ടാറുണ്ട്. അവർ പറയാറുണ്ട്, ഞാൻ വലിയ വലിയ ഡോക്ടറുടെ അടുത്ത് പോയിട്ട് കിട്ടാത്തൊരു സമാധാനം എനിക്ക് നിൻ്റെ അടുത്ത് കിട്ടിയിട്ടുണ്ട് പറയുമ്പോൾ ഞാൻ ഭയങ്കര പ്രൗഡായിരുന്നു. പക്ഷേ എനിക്ക് എന്നെ തന്നെ ഉള്ള കോൺഫിഡൻസ് ഒക്കെ പോയി. ഞാൻ എൻ്റെ അക്കാഡമി വലിച്ചങ്ങോട്ട് പൂട്ടി. പിള്ളേരെ കാര്യങ്ങൾ നേരെ ചൊവ്വേ നോക്കാൻ പറ്റുന്നില്ല. വാർഡിലോട്ട് ഫുൾ ടൈം ഞാൻ വാർഡിലും പഞ്ചായത്തിലും എൻ്റെ വാട്സാപ്പിലും മാത്രമായിട്ട് ഒതുങ്ങിക്കൂടാൻ തുടങ്ങി. എനിക്ക് അങ്ങനെ റെഗുലറായിട്ട് വീഡിയോസ് ചെയ്യാൻ പറ്റാണ്ടായി. യൂട്യൂബ് ചാനലും അങ്ങനെ ചടച്ച്, മൊത്തത്തിലെല്ലാം ചടച്ച്. ഈ ചടപ്പ് അതിൻ്റെ പീക്കിലെത്തിയതുകൊണ്ടാണ് എല്ലാം അടച്ചു പൂട്ടിയിട്ട് കേട്ടോ. ഇപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഞാൻ വീഡിയോ ചെയ്യും. അതിലെനിക്ക് ആൾക്കാർ നല്ലത് പറഞ്ഞാലും കുഴപ്പമില്ല, ചീത്ത പറഞ്ഞാലും കുഴപ്പമില്ല. ബിക്കോസ് ഞാനിതാണ് കുറേ ഇംപെർഫെക്ഷൻസും കുറേ പോരായ്മകളും കുറേ തെറ്റും കുറേ കുറ്റവും ഒക്കെ ഉള്ള ഒരു സാധാരണ മനുഷ്യ സ്ത്രീയാണ് ഞാൻ. ഞാൻ നല്ലതായിരുന്നു, ഞാൻ പെർഫെക്റ്റ് ആയിരുന്നു, അപ്പം ഞാൻ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ പെർഫെക്റ്റ് അല്ല, ഞാൻ അത്രമാത്രം പ്യോർ അല്ല, എനിക്ക് കുറേ പാളിച്ചകൾ വരുന്നുണ്ട്. അപ്പം ഞാനിതാണ്, ഞാൻ നിങ്ങളുടെ അടുത്ത് അങ്ങനെ വന്നിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്നത്. ബിക്കോസ് ഞാനൊരു സാധാരണ മനുഷ്യ സ്ത്രീയാണ്. അപ്പം ഞാൻ അത് വന്നിട്ട് അങ്ങനെ വന്നിട്ട് നിങ്ങളുടെ അടുത്ത് പറയണം. ആൻഡ് ഇനി അങ്ങോട്ടേക്കുള്ള കാര്യം എന്താ വെച്ചാൽ, ഐ എം ട്രൈങ് ടു ടേക്ക് ഇറ്റ് ബാക്ക്. ഞാൻ എൻ്റെ ലൈഫിനെ തിരിച്ചു പിടിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. ഞാൻ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫുഡ് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ ഇബാദത്തുകൾ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം ഞാൻ ഡിസൈഡ് ചെയ്തത്, ഐ നെവർ ഷെയർ എൻ്റെ സ്പിരിച്വൽ ജേണി. ഇൻഷാ അല്ലാഹ് ഞാനിവിടെ വന്നിട്ട് ഒരിക്കലും ഷെയർ ചെയ്യാനായിട്ട് പോകുന്നില്ല. ബിക്കോസ് എനിക്ക് ആരെയും അങ്ങനെ ഒരു യൂട്യൂബിലൂടെ ഒരു മോട്ടിവേഷൻ കൊടുത്തിട്ട് നന്നാക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ദിസ് ഇസ് മൈ ട്രൂലി ഞാനിത് എടുക്കുകയാണെങ്കിൽ ഇതെൻ്റെ ഒരു കരിയറായിട്ട് മാത്രം, ഒരു പാർട്ട് ടൈം ഇൻകം അങ്ങനത്തെ രീതിയിൽ മാത്രമേ ഞാൻ ഇനി യൂട്യൂബ് എടുക്കാനായിട്ട് പോകുന്നുള്ളൂ. എൻ്റെ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന അതിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടട്ടെ, കിട്ടിയിട്ടില്ലെങ്കിൽ വേണ്ട. ആ ഒരു രീതിക്ക് മാത്രമേ ഞാൻ ഇനി യൂട്യൂബിനെ കാണാനായിട്ട് പോകുന്നുള്ളൂ. എൻ്റെ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. അത്ര കണ്ടാൽ മതി അതിന്. ആൻഡ് ഇൻസ്റ്റഗ്രാം ആണെങ്കിലും ഞാൻ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ അതിനകത്ത് അങ്ങനെ എടുത്തിട്ട് പോകുന്നു. അങ്ങനെയാണ് ഇപ്പം നിലവിൽ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. പഞ്ചായത്തിൽ പോകുന്നുണ്ട്. പിന്നെ അൽഹംദുലില്ലാ ഹസ്ബൻഡ് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഫാമിലി നല്ല രീതിയിൽ മൂവ് ഓൺ ചെയ്ത് കൊണ്ടു നടക്കുന്നുണ്ട്. ഇനി പതിയെ പതിയെ ഇപ്പോൾ കൗൺസിലിംഗ് എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ വിളിക്കാറുണ്ട് സാധാരണ. അപ്പം അങ്ങനെ പതിയെ പതിയെ ആരെങ്കിലും വിളിക്കുന്ന സമയത്ത് അവരുടെ കാര്യങ്ങളൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ അറ്റൻഡ് ചെയ്യണം. അവർക്ക് തെറപ്പി കൊടുക്കണമെങ്കിൽ ഞാൻ കൊടുത്താൽ മതി എന്ന് പറയുമ്പോൾ അവർക്ക് തെറപ്പി കൊടുക്കണം. അല്ല അതിന് മേലോട്ട് എന്തെങ്കിലും കേസ് ഉണ്ടെങ്കിൽ അവർക്ക് റെഫർ ചെയ്ത് പറഞ്ഞയക്കണം. അങ്ങനെ പതിയെ പതിയെ എനിക്ക് തിരിച്ചു പിടിച്ചാൽ കൊള്ളാമെന്നുണ്ട്. എൻ്റെ കോഴ്സുകളും അക്കാഡമിയും കാര്യങ്ങളൊക്കെ. ഞാൻ ഓഫീസ് അടച്ചെന്നേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് ഓഫീസ് നമ്മൾ വേറെ ഒരെണ്ണം എടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒക്കെ വീണ്ടും എനിക്ക് തിരിച്ചു കൊണ്ടുവന്നാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ നിലവിൽ ഞാൻ ചെയ്യുന്നത് ട്രീറ്റ്മെൻറ്റ്. ഞാൻ എൻ്റെ മൈൻഡിന് സമാധാനം കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നു. ബോഡിക്ക് സമാധാനം കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നു. മെഡിസിൻസ് എടുക്കുന്നു. ലൈഫ് എപ്പോഴേക്കോ ഞാൻ പഠിച്ചിട്ട് കളർഫുൾ ആക്കി തരണേന്ന് ദുആ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ എല്ലാ കളറിലുള്ള ഗുളികയുണ്ട് പറഞ്ഞ പോലെ ഞാൻ നേരം ഗുളികകൾ ഒരുപാട് കഴിക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെ ഒന്ന് കഴിഞ്ഞ് ഒക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് ഇൻഷാ അല്ലാഹ് വരണം. അപ്പം ഇത്രയാണ് എൻ്റെ ലൈഫിൽ ടോട്ടലി സംഭവിച്ചത് ഗൈസ്. എനിക്ക് കുറേ അസുഖങ്ങളുണ്ട്. അപ്പം അത് ഒന്ന് ടാക്കിൾ ചെയ്ത് തിരിച്ചു പിടിച്ച് കൊണ്ടുവരണം. അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ കരിയറും കൂടെ റീബിൽഡ് ചെയ്ത് കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. സ്റ്റഡീസും പാതിക്കിട്ടിട്ടുണ്ട്. കാരണം ഞാൻ MSc സൈക്കോളജി ചെയ്യുന്നുണ്ടായിരുന്നു, ആസ് യു ഓൾ നോ. അതിപ്പോൾ 3rd സെം എന്തൊക്കെയോ ആയി. ഞാൻ ഫസ്റ്റ് സെമ്മിൽ ഡ്രോപ്പ് ഔട്ട് ചെയ്ത പോലെ ഞാൻ ഇട്ടിട്ടുണ്ട്. പകുതിക്ക് വേണ്ടി ഒന്നും എഴുതിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് അതും കണ്ടിന്യൂ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓൾമോസ്റ്റ് ഒരു 17 മിനിറ്റ്സോളം ഞാൻ ഇന്നത്തെ എൻ്റെ ഒരു കാര്യം പറഞ്ഞു. ഇനി അങ്ങോട്ടേക്ക് ഞാൻ വീഡിയോസ് ഇടുകയാണെങ്കിൽ തന്നെ എൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് ജേർണി ഉണ്ടാവും. അതേപോലെ ഞാനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. സാധാരണ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന പോലെ തന്നെ ഞാൻ പഠിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. അപ്പം എന്നെ ഇത്രയും കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ നടന്നിട്ടും ഞാൻ ഇപ്പോഴും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് എൻ്റെ അറിവ് കുറേ എനിക്കുള്ളതുകൊണ്ടാണ്. കുറേ കാര്യങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാന്നുണ്ടാവുക. സോ ഓഫ് കോഴ്സ് ഈ വീഡിയോക്ക് കുറേ ലാഗ് ഉണ്ടാവും, കുറേ ഒക്കെ ഉണ്ടാവും. കുറേ നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടാവും, കുറേ നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടായിരിക്കും. വാട്ട് എവർ മേ ബി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ ഡു കോമെൻറ്റ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ, എനിക്ക് ഒന്നാമത്തെ കാര്യം അതാ പറയാനുള്ളത്, നിങ്ങൾ ആരെങ്കിലും ഇനി എൻ്റെ വീഡിയോ തുടർന്ന് കാണണ്ട എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇപ്പം അൺസബ്സ്ക്രൈബ് ചെയ്യുക. അല്ല എന്നെ ഞാനായിട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്നെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്തിട്ട് എൻ്റെ വീഡിയോ വീണ്ടും കണ്ടുകൊണ്ടിരിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.